അയ്യോ അനന്യാണ് രാഹുലായിരുന്നു. രാവിലെ തന്നെ എല്ലാം തൊലഞ്ഞ് എല്ലാം എൻ്റെ ആ ചേട്ടൻ തന്നെ കാരണം. എടാ പട്ടി ഇതിനകത്ത് സുഖിച്ച് കിടന്നുറങ്ങണടാ. എടാ തെണ്ടി എണീക്കടാ. അയ്യോ അമ്മ എന്നെ തല്ലി കൊല്ലല്ലേ. നിന്നെ ഞാൻ തല്ലി കൊല്ലല്ലേടാ നിന്നെ ഞാൻ പച്ചക്കത്തേ കൊടുത്തോടാ പട്ടി. അമ്മ അമ്മ എന്താ ഇവിടെ ഇവിടെ കിടന്ന് ചെമ്മിനാട്ടവിടെ. അമ്മ രാവിലെ കൂടി ഇരുന്നില്ലേ. അമ്മ എന്താ ഇവിടെ അമ്മ ചെമ്മിനാട്ടവിടെ പോയി. ജിമ്മി രാവിലെ ഞാൻ മീൻ വാങ്ങാൻ പോയി. ഞാൻ ഇവിടെ റേഷൻ കടയിൽ അരി വാങ്ങാൻ വന്നതാ. ഓ അല്ല അതിനിത് റൂമല്ലേ റേഷൻ കടയാ? ആയി കുറച്ച് നേരത്തെ ഏതേ ഉള്ളൂ. ഇന്നലെ രാത്രി നമ്മുടെ കിടന്ന് ഉറങ്ങണ വരത്ത് റൂമായിരുന്നു മമ്മി. വല്ല വാഴയും വെച്ചാൽ മതിയായിരുന്നു പുല്ല്. നിങ്ങളോട് ഞാൻ 1000 വട്ടം പറഞ്ഞതാകും മതി അത് മതി അത് മതിയെന്ന്. വാഴ വെച്ചാൽ മതിയായിരുന്നു ഇപ്പോഴല്ലേ തോന്നിയില്ലേ? ടൈമി മമ്മി വിചാരിച്ചാണോ ആകെ ഒരു വാഴ മതി. എന്തിനാ വെറുതെ 2 വാഴ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഓൾറെഡി ഒരു വാഴ ഉണ്ടല്ലോ കൊലക്കാത്ത ഏത്ത വാഴ. എവിടേക്ക് കൊള്ളിച്ചതുപോലെ. അതിൻ്റെ 2ാമത്തെ സന്തതി പറഞ്ഞു കഴിഞ്ഞാൽ ശരി. ഒരു വാഴ കൊലച്ചില്ല, ഇനി ഒരു വാഴ കൂടെ വെച്ച് കഴിഞ്ഞ് അതും കൊലച്ചില്ല എന്നുണ്ടെങ്കിൽ കാശ് പോകുന്ന കളയല്ലേ. അതുകൊണ്ട് ഞാൻ ഒരു വാഴ മതി എന്ന് വിചാരിച്ചടാ. കൊള്ളിച്ചതാണല്ലേ. പൊള്ളിച്ചതൊന്നുമല്ല, അറിയാണ്ട് പൊള്ളിപ്പോയതാ. ഓംലേറ്റ് ഉണ്ടാക്കണമെന്ന് തോന്നി. രാവിലെ വേറെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല. പിന്നെ ഇവിടെ വേറെ ഒന്നും ഇരിപ്പുമില്ല. അതുകൊണ്ട് ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വെച്ച് മുട്ട പൊട്ടിച്ച് നോക്കുമ്പോഴേക്കും പാന് ചൂടായോന്ന് അറിയാൻ വേണ്ടി തൊട്ട് നോക്കിയതാടാ. കൈ പൊള്ളിപ്പോയി. ഒന്നും അടുത്ത മരവാഴ. കൊലയ്ക്കൊന്നും അറിയൂല, കഴിക്കൊന്നും അറിയൂല, പൂക്കൊന്നും അറിയൂല, ഒന്നും അറിയൂല. ഇങ്ങോട്ട് എവിടെ നിന്ന് കിട്ടിയാണോ ഇതിനൊക്കെ? ചക്കാന്നല്ല മകന്ന് പറയുള്ളൂ. എന്നായി പോയി എൻ്റെ മറ്റനോട് പറയും പൊള്ളിയ ഭാഗത്ത് പേസ്റ്റ് തേച്ചരെ. ഞാൻ പോന്നു കഴിക്കാനും നോക്കാനും. ഞാനിതെന്തോന്നു ഏവോ കറുത്ത. ഓ ഡാ ജിമ്മിനെ ദേ നിന്നെൻ്റെ കോട്ടൻ വിളിക്കുന്നു. നിന്റെ കോട്ടനാ? ഓ അങ്ങേരെ. ഓ അങ്ങോട്ട്. പിന്നെ ഞാൻ പുറത്ത് പോവാണ്. ഇന്ത്യയിൽ മുമ്പേ വിളിക്കൂല. മദർ പ്രോമിസ്. അതാണ് എൻ്റെ ആദ്യമോൾ. അപ്പം ശരിയുടെ മുത്തേ. ഹേ കളക്കോടി. പക്ഷെ മാറ്റമില്ലല്ലോ ദൈവം ഇതിനൊന്നും. പക്ഷേ പിന്നെ ഈ ഫോൺ എന്തിനാണോ കുത്തിപ്പിടിച്ച് കിടക്കണത്? അല്ല കൂട്ടൻ രാഹുല്, കറുത്ത രാഹുല്. ആവോ വിശദമായി പിന്നെ ആലോചിക്കാം. ഇപ്പം ഞാൻ വല്ലതും പോയി കഴിക്കട്ടെ. നാത്തൂനെ. ഓ എന്താ നാത്തൂനെ? വേഗം പറയിക്ക് പോയി വല്ലതും കഴിക്കണം. ജനുഷ് ഇടയ്ക്ക് കിരിയുമ്പോൾ പിന്നീട് അങ്ങോട്ട് അടയും ചക്കര. ഇടയ്ക്ക് പിന്നെ ചക്കനെ കണ്ടില്ലെങ്കിൽ ഉറക്കവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഒരു സമാധാനവും ഉണ്ടാവില്ല. പാവാനിയന് ഇപ്പം ഇറങ്ങിയിട്ടോടാ. അപ്പം നീ കണ്ടിട്ടില്ലാലേ? വെറുതല്ല, ഇപ്പം ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പം ഇറങ്ങിയാൽ കിട്ടും. നീ പറഞ്ഞ ശരി, എന്നെ കണ്ടിട്ടില്ല. അപ്പോൾ എന്തോ ഇന്ന് ചെറിയായിട്ട് എന്തോ പോലെ അനിയനായി പോയില്ലേ? അവൾക്കുണ്ടാവും. അപ്പോൾ ബൈ നാത്തൂനെ. എൻ്റെ സേട്ടൻ വന്നാൽ ഞാൻ അന്വേഷിച്ചെന്ന് പറയണേ. ഓ സേട്ടൻ ഭ്രാന്തെടുത്തത് എന്തായാലും പറഞ്ഞേക്കാം, മറക്കൂല പറയാം. നീ പൊക്കോ. ഷ്യോ അനിയനായി ഇങ്ങനെ വേണം. എന്തൊരു ദയ, എന്തൊരു സ്നേഹം, എന്തൊരു കരുതൽ. അതിൽ 2ാമത്തെ നിനക്ക് ലേശേരുണ്ടല്ലോ, ബാക്കിയൊന്നും നിനക്ക് തീരില്ല കേട്ടോ. അതെൻ്റെ മക്കൾക്ക് കിട്ടി. വെൽഡൺ മൈ ഗേൾ, വെൽഡൺ. ഹേയ് മിസ്റ്റർ. ആരാന്ന്? അല്ല വൈകി. ആര്, എപ്പോ, എങ്ങനെ, എവിടെ വെച്ച് വഴുക്കി? വഴുക്കലല്ല പോത്തേ, നിന്നെ വിളിച്ചതാ. ആരെന്നെ വിളിച്ചേ? മീ അല്ല മീമി. എന്തിനാ വിളിച്ചേ? അനക്ക് എന്നെ കണ്ടിട്ട് മീമിയൊക്കെ ആയിട്ട് തോന്നും. ഭാഗ്യം കണ്ണാമൃഗം എന്ന് പറയാൻ. അല്ല നീ പറഞ്ഞ 2 സാധനം എനിക്കില്ലാന്ന് പറഞ്ഞു. റീസൺ പറ. ഞാനല്ലല്ലോ ആ 2 സാധനം പറഞ്ഞത്, നീയല്ലേ. പിന്നെ റീസൺ എന്താന്ന് വെച്ചാൽ ഇടയ്ക്ക് നീ ഭദ്രകാളി പോലെയാണ്. അതല്ലേ റീസൺ, വേറൊന്നുമില്ല. ഓ അങ്ങനെ അവൾ
അവിടെ ഇരുന്ന് ഒന്നും കിട്ടില്ല. എല്ലാം കുത്തിക്കയറ്റി വയറ് നിറയ്ക്കണമെങ്കിൽ ഇങ്ങോട്ടേക്ക് തന്നെ വരണം. ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. തമ്പുരാട്ടി ഇങ്ങോട്ടേക്ക് വരണം. ഓ അല്ലല്ലോ, നമ്മളെ ഒന്നും മാർക്കും വേണ്ടല്ലോ. ഇപ്പം തൽക്കാലത്തിന് എനിക്ക് പിന്നെ വേണ്ട. അല്ല പിന്നെ അവിടെ ഇത് പഞ്ചരാജം കടിച്ച് അവിടെ ഇരുന്ന് മുഖം വെറുപ്പിക്കാനാണ് ഭാവമെങ്കിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ തിരിഞ്ഞു നോക്കൂല, ഉള്ളത് പറയാം. വേണേ ഇങ്ങോട്ട് വാ, വല്ലതും കഴിക്കണേ. ഓ ഡാർക്ക്, ഐ ആം കമ്മിങ്. ബ്രിട്ടീഷുകാർ പോലും കണ്ടെത്താത്ത ഇംഗ്ലീഷ് അവിടെ ഉപേക്ഷിച്ചിട്ടിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ദാഹിച്ച വെള്ളം ഞാൻ ഇവിടുന്ന് തരൂല, ഉള്ളത് പറയാം. അതവിടെ ഉപേക്ഷിച്ചിട്ടിട്ട് പോന്നു കഴിഞ്ഞാൽ എന്തേലൊക്കെ തരും. അല്ലാന്നുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്കെടുത്ത് കഴിക്കേണ്ടി വരും. ഓ രാവിലെ ചേട്ടൻ പിടിച്ച് ഉടക്കി എവിടെ എണ്ണീട്ട്. ഓ അന്ന ഓ അങ്ങനോട് പറയണ്ട. വേറെ കാര്യം പറയുന്നതിന് വേണം പറയാണ്ടിരിക്കണ കോല്. ഓ അപ്പോൾ ഉടക്കി. അല്ല എന്താ ഇത്? മുട്ട ഓംലേറ്റ്. മുട്ട പൊട്ടിച്ച് വെച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഓംലേറ്റ്. എന്നിട്ട് ഇതിന് സവോളയും പച്ചമുളകും ഒക്കെ ഉണ്ടല്ലോ, അത് വേറെ ആരെങ്കിലും വന്ന് പറയോ? എനിക്ക് എന്തായാലും വേണ്ട. ഓ എന്നാൽ അതും കൂടെ ഉണ്ട് പോരെ? പിന്നെ നിനക്ക് എന്താ വേണ്ടെന്നും കൂടെ പറ. കുഴിമന്തി. മൂടും മിക്കവാറും വരെ ഞാൻ. പിന്നെ എനിക്ക് കുഴിമന്തി കിട്ടേ പറ്റൂ. കുറച്ചൊക്കെ അടുത്തിട്ട് എടുക്കട്ടെ. ബെസ്റ്റ് ഒരു കുഴിമന്തി വാങ്ങിച്ചില്ല അവളെ എനിക്ക്. സ്വിഗ്ഗി ഉണ്ടോ നിൻ്റെ? ഉണ്ടോന്നോ? അതൊക്കെ ഉണ്ട്. അതുണ്ടല്ലേ, അപ്പോൾ ഓർഡർ ആക്കാൻ അറിയോ? അറിയാം, ഞാൻ ഇടയ്ക്ക് പിസ്സ വാങ്ങിച്ച് കഴിക്കാറുള്ളതാ. തേണ്ടി സ്വന്തമായിട്ട് ക്യാഷ് ഉണ്ടോ കയ്യില്? അതും ഇന്ത്യയിലുണ്ട്. എന്നിട്ടാണോട് ചെറ്റ എന്നോട് വന്നിരിക്കണത്? ഞാൻ വെല്ലമൊക്കെ വിളിച്ച് പറയുന്നില്ലേ? അവൾക്ക് കുഴിമന്തി ഞാൻ വാങ്ങിച്ചു കൊടുക്കണത്രേ. നീ പൈസ വാങ്ങുമ്പോൾ എനിക്ക് തരാറുണ്ടോടി പട്ടി? സ്വന്തമായിട്ട് വാങ്ങിച്ച് ക്യാഷ് കൊടുത്ത് കഴിച്ചോളണം. ഈ ഓംലേറ്റ് ഞാൻ കഴിച്ചോണ്ട്. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഉണ്ടാക്കിയ ഓംലേറ്റ് കഴിക്കണമെങ്കിൽ എനിക്കെന്തിനാണ് ഈ ബുദ്ധിമുട്ട്? അതിനിടയ്ക്ക് ആ ബുദ്ധിമുട്ടൊന്നും ഞാൻ പറയാം. ഇല്ലല്ലോ, ബുദ്ധിമുട്ട് പോയാൽ എനിക്ക് അത് ഓർഡറാക്കി കഴിക്കാൻ തന്നെ എളുപ്പമുള്ള പരിപാടിയൊന്നുമില്ല. അത് വരണ വരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. അത് കഴിച്ച് ശാവ. അതെ, ഞാൻ ഒന്ന് പുറത്ത് പോവാം. കോംപ്രമൈസൊക്കെ പോകുമായിരിക്കും. എന്നാലും ഇവന് ഈ രാവിലെ ആരോടും പറയേണ്ടത് ഇവിടെ പോയി, അല്ല എന്നോട് പറയേണ്ടത് ഇവിടെ പോയി. അതേ നിൽക്കണു. രാഹുലേട്ടാ പറ, ഇതിനെന്നെ വിളിച്ച്. ഓഹോ, അപ്പം ചതിച്ചത് നീയല്ലേ? ആ ഉടായിട്ട് തള്ള വരെ അങ്ങനെയിട്ട് സെറ്റ് ചെയ്ത് പറഞ്ഞ് നീ പറഞ്ഞില്ല. അത് രാഹുലായിട്ട് സെറ്റ് ആയിട്ട് നീ ഞങ്ങളോട് പറഞ്ഞില്ല. കാണിച്ചരാടാ.